ആര്യതിപ്പൊടിയുടെ പൊടി കടയുടെ ഉദ്ഘാടനമായിരുന്നു ഇന്നെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തപ്പം സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ വീഡിയോ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഈ പൊടി വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും ഡോക്ടറും ആര്യതിപ്പൊടിയൊക്കെ ഒരു നിലവിളക്കിൻ്റെ അടുത്തിരിക്കുന്നു. ടോം ഇമ്മട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പഴയത് വല്ലതും ആണോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇന്നായിരുന്നു പൊടി കടയുടെ ഉദ്ഘാടനം എന്നുള്ളത്. വളരെ സന്തോഷകരമായ വീഡിയോ. പല വീഡിയോകൾ പല രീതിയിൽ വരുന്നുണ്ട്. ഡോക്ടറും ആര്യതിപ്പൊടിയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പിങ്. ഡോക്ടർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല, പക്ഷേ പല ആൾക്കാരിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോ ആയി പോകുന്നത്. ഇതിനിടയിൽ അല്പം മുമ്പ് നമുക്ക് കാണാനിടയായ 2 വീഡിയോ ഞാനിടാം. അപ്പം നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം അതിലെ 2 വീഡിയോ ഒക്കെ നമുക്കിടാം. ഈ ടോം ഇമ്മട്ടി ഉണ്ടായിരുന്നു. അത് തന്നെ വളരെ സന്തോഷമുള്ള. എനിക്ക് തോന്നുന്നു ഡോക്ടറും ആര്യതിപ്പൊടി ഇപ്പം കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. ഈ രീതിയിൽ തന്നെ പോകണം. അന്ന് ടോം ഇമ്മട്ടിയായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് പോകാനായിട്ട് ഒരു മനസ്സിനൊരു വിഷമമുണ്ടായിരുന്നു. കാര്യം പുള്ളി കറക്റ്റ് ആൾ തന്നെയാണ് എന്ന് ആദ്യം മുതലേ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം ആ വീഡിയോകൾ ഓരോന്നായി കാണാം. ഓക്കെ. ഒരു വീഡിയോ പങ്കുവച്ചേക്കുന്നത് നമ്മുടെ പാർവതി ബാബു. പാർവതി അറിയാമല്ലോ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ അതിൽ ഡോക്ടറെയും ആര്യതിപ്പൊടിയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത പാർവതിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പാർവതി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത്. പാർവതി അന്നും ആ ഇൻ്റർവ്യൂ അടിപൊളിയായിരുന്നു. ആ പാർവതി പങ്കുവച്ച വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. എല്ലാവരും ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടുക. കാരണം ഇതിൻ്റെ പാട്ടൊക്കെ അവരിട്ടേക്കുന്ന പാട്ടുകളൊക്കെ നമുക്കിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഈ നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ആര്യതിപ്പൊടി ആരായിരുന്നു എന്ന് ചോദിച്ച ആ മനുഷ്യനെയാണ്. നമ്മൾ വിമർശിക്കുകയല്ല കേട്ടോ, ഈ പുള്ളിയൊക്കെ ഇപ്പം എന്ത് ചെയ്യാവോ അല്ലേ. അപ്പം അതിനൊക്കെ ഉള്ളൊരു മറുപടി കൂടിയാണ് ആര്യതിപ്പൊടി ആരാണെന്നുള്ളതിനൊരു മറുപടി കൂടിയാണ്. പലതും മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വളരെ അടുത്ത് കണ്ട ഏറ്റവും ഉചിതമായൊരു മറുപടി കൂടിയാണ് ഇത്. അപ്പം സന്തോഷകരമായിട്ട് ഇവർ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് നാളെ കൊണ്ടൊക്കെ ഡോക്ടറും ആര്യതിപ്പൊടിയൊക്കെ പുതിയ പുതിയ വീഡിയോകൾ പങ്കുവെക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ ഉണ്ടാകും. അപ്പം ഡോക്ടറും ആര്യതിപ്പൊടിയൊക്കെ ഈ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ പങ്കുവെക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി നാളെ രാവിലെ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. മുറയ്ക്ക് ഞാനിടാം. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇതുകൊണ്ട് തൃപ്തിപ്പെടാൻ. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.